2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 എല്ലില്ലാത്ത പീസ് ചിക്കനും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഉടച്ചെടുക്കണം, നല്ലോണം ഉടച്ചെടുക്കണം. ഇനി ആ ഉരുളക്കിഴങ്ങിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ഒരു വലിയ ഉള്ളി ചെറിയ പീസാക്കിയത്, ഒരു ക്യാപ്സിക്കം ചെറിയ പീസാക്കിയത്, അതില്ലെങ്കിൽ സാധാ പച്ചമുളകായാലും മതി. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി. എല്ലില്ലാത്ത പീസ് ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടില്ലേ, അത് കത്തി കൊണ്ട് തന്നെ കട്ടാക്കി എടുക്കണം. മിക്സിയിലിട്ട് ക്രഷാക്കി എടുക്കരുത്. മൊത്തത്തിൽ അങ്ങനെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ബ്രെഡാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കുക. ഇതാകുമ്പോൾ നമ്മളെ അനുസരിച്ച് നമുക്ക് പീസാക്കി എടുക്കാം. ആദ്യത്തെ ലാസ്റ്റ് ഭാഗവും കട്ടാക്കി കൊടുക്കണം, അത് വേണ്ട. അതൊരു നേരിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് അത് മാറ്റി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. മറ്റേ ബ്രെഡൊന്നും ഓരോന്നിലും നൈസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മസാലയൊന്നും വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാ ബ്രെഡും ഒരുപോലെയല്ല. മൊത്തത്തിൽ അങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഒരു ബ്രെഡിന് എത്ര മസാല പിടിക്കലെന്ന് വിചാരിച്ചാൽ അതെടുത്തിട്ട് നന്നായി ടച്ച് ചെയ്ത് കൊടുക്കണം, നല്ലോണം ടച്ച് ചെയ്ത് കൊടുക്കണം. ആ ബ്രെഡിലേക്ക് ഈ മസാല പിടിക്കണം. എന്നിട്ട് 4 പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇഫ്താറിന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. രണ്ടാമത്തെ പീസ് ബ്രെഡ് കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മസാല എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം. 4 പീസാക്കിയിട്ട് ഈ ബ്രെഡ് മുറിച്ച് കൊടുക്കണം. ഇത്രയും മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മൊത്തത്തിൽ ഒരു ബ്രെഡ് മുഴുവനായി ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. 5-6 പേർക്ക് നന്നായി കഴിക്കാൻ പറ്റും. കുറച്ച് ബ്രെഡ് പൊടിച്ചതെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 1/2 കപ്പോളം മൈദ എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. നല്ല ലൂസിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കായ് പൊരിയുടെ മാതിരിയൊന്നും കുഴച്ചെടുക്കരുത്. കുറച്ച് ലൂസിൽ തന്നെ കുഴച്ചെടുക്കണം. നന്നായി ലൂസായിരിക്കണം. ഇത്രയും മതി. ഇനി ഓരോ ബ്രെഡ് എടുത്തിട്ട് ആദ്യം ഈ മൈദ മാവിലേക്ക് മുക്കി കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് പൊടിച്ചതിലേക്ക് മുക്കി കൊടുക്കാം. ഇത് ലൂസായാലേ ബ്രെഡ് പൊടിച്ചതിലേക്ക് മുക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൈദ മാവ് രണ്ടാമത്തെ ഒരു ബ്രെഡ് കൂടി എടുത്തിട്ട് ആദ്യം മൈദയിലും പിന്നെ ബ്രെഡിലും മുക്കിയെടുക്കണം. ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കന്, ബീഫ്, മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് മസാലയിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിക്കണം. എണ്ണ നന്നായി തിളച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വറുത്ത് കോരാം. തീയൊന്നും കുറക്കണ്ട. ഇതിന് ഓവർ വേവാനൊന്നും ഇല്ലല്ലോ. പിന്നെ മസാല വാട്ടണ്ട ഒന്നിൻ്റെയും പണിയില്ല. അതുപോലെ തന്നെ മാവ് കുഴക്കണ്ട. എല്ലാം കൂടെ നല്ല ഈസി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ടേസ്റ്റും. ഒരുപാട് പുതിയ പുതിയ സ്നാക്സ് വീഡിയോസ് ഞാൻ ഈ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത്രയേ വേണ്ടൂ. ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്തു മാറ്റാം. മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല. അതാണ് ഇതിൻ്റെ പ്ലസ് പോയിൻറ്റ്. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല. മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ടൈം കഴിയും തോറും നല്ല ടേസ്റ്റുമാണ്.